മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന ഒരു ലഘുവായ ഒരു കഥയാണ്. തീവ്രമായ ആഗ്രഹവും കഠിന പ്രയത്നവും ദൃഢനിശ്ചയവും ഉണ്ടെങ്കിൽ നമുക്ക് എന്തും സ്വായത്തമാക്കാം എന്നുള്ള ഒരു വിഷയമാണ് ഞാനിന്ന് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കുറേ കാലങ്ങൾക്ക് മുമ്പ് മനു എന്ന് പേരുള്ള ഒരു ബാലൻ ഒരു വീട്ടിലുണ്ടായിരുന്നു. വളരെ സാധാരണ കുടുംബത്തിൽ ഉള്ള ഈ കുട്ടി പഠനത്തിൽ സമർത്ഥനായിരുന്നു. ഒപ്പം തന്നെ സ്പോർട്സിലും അതുപോലെ തന്നെ മറ്റ് പഠന ഇതര പ്രവർത്തനങ്ങളിലും എല്ലാം മിടുക്കനായ ഈ കുട്ടി അധ്യാപകരുടെയും രക്ഷകർത്താക്കൾക്കും ഒക്കെ വളരെ പ്രിയപ്പെട്ടവനായിരുന്നു. അങ്ങനെ പ്രൈമറി, അപ്പർ പ്രൈമറി ഒക്കെ കഴിഞ്ഞ് ഹൈസ്കൂൾ ഒക്കെ കഴിഞ്ഞ് അദ്ദേഹം കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു. അപ്പം ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്തായിരുന്നു ചോദിച്ചാൽ ഒരു ഹോട്ടൽ നടത്തുക അല്ലെങ്കിൽ സ്വന്തമായി ഒരു ഹോട്ടൽ ആരംഭിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ ദുർബലമായിരുന്നു. വെറും ഒരു 3 സെൻറ്റ് വസ്തുവും ഒരു ചെറു വീടും, അതുപോലെ തന്നെ കൂലിപ്പണിക്കാരായ മാതാപിതാക്കൾ, അദ്ദേഹത്തിൻ്റെ താഴെ 4ഓളം കുട്ടികൾ. അങ്ങനെ വളരെ ദരിദ്ര കുടുംബത്തിൽ നിന്നുള്ള ഈ പയ്യൻ്റെ ഈ ആഗ്രഹം പലരോടും തുറന്നു പറഞ്ഞു കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം. അപ്പോഴവരെല്ലാം കളിയാക്കി. കാരണം ഒരു ഹോട്ടൽ തുടങ്ങുമ്പോൾ, പ്രത്യേകിച്ചും ഒരു പട്ടണത്തിലൊരു ഹോട്ടൽ തുടങ്ങുമ്പോഴുള്ള ചിലവുകൾ. അപ്പം ഈ കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും ഒന്നും ഈ മനുവിനെ ഒരു തരത്തിലും വേദനിപ്പിച്ചില്ല, നിരുത്സാഹപ്പെടുത്തിയില്ല. ഒരിക്കലും മനു തൻ്റെ ഗ്രാമത്തിൽ നിന്നും ഒരു പട്ടണത്തിലേക്ക് വണ്ടി കയറി. ആരോടും യാതൊന്നും പറയാതെ തന്നെയാണ് അദ്ദേഹം വണ്ടി കയറിയത്. അങ്ങനെ ആ പട്ടണത്തിലെത്തി. അവിടുത്തെ ഏറ്റവും വലിയ ഹോട്ടൽ ഏതാണെന്ന് ചിലരോടൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കി. അങ്ങനെ അവിടുത്തെ ഏറ്റവും വലിയ ആ ഹോട്ടലിൻ്റെ മുമ്പിൽ എത്തിച്ചേർന്നു. കയ്യിലാണെങ്കിൽ തുച്ഛമായ പൈസകൾ മാത്രം, ഭക്ഷണം കഴിക്കാൻ പോലുമുള്ള പൈസയില്ല. എന്തായാലും ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന കണ്ണുകളോടെ അദ്ദേഹം നേരെ ഹോട്ടലിലോട്ട് ചെന്നു. ആ ഹോട്ടലിലെ മാനേജർ ആരാണെന്ന് അന്വേഷിച്ച് മനസ്സിലാക്കി. പതുക്കെ മാനേജറുടെ ക്യാബിനിലേക്ക് കടന്നു ചെന്ന് അദ്ദേഹം മാനേജരെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു, സാർ, എനിക്ക് ഈ ഹോട്ടലിൽ ഒരു ജോലി വേണം. മാനേജർ വലിയ ഒരു സ്ഥാപനത്തിൻ്റെ മാനേജർ അദ്ദേഹം ആ ബാലനെ അല്ലെങ്കിൽ അയാളെ ആ യുവാവിനെ ആകപ്പാടെ ഒന്ന് നിരീക്ഷിച്ചപ്പോൾ അദ്ദേഹത്തിന് വളരെ തൃപ്തി തോന്നി. കാരണം ആകർഷകമായ വസ്ത്രധാരണമാണ്. പിന്നെ മറ്റൊന്ന്, ആത്മവിശ്വാസം തുളുമ്പുന്ന മുഖഭാവമായിരുന്നു മനുവിൻ്റേത്. പിന്നെ കണ്ണുകളിൽ ദൃഢനിശ്ചയം നിലച്ചിരുന്നു. മാനേജർ ഒന്നും കൂട്ടാക്കിയില്ല, മറ്റൊന്നും ചോദിച്ചില്ല. ശരി, നിനക്ക് ഈ ഹോട്ടലിലെ ക്ലീനിങ് ജോലികൾ ചെയ്യാമോ എന്ന് ചോദിച്ചു. സാർ, ഞാൻ അതീവ സന്തുഷ്ടനാണ് ചെയ്യുന്നില്ലെന്ന് ഉത്തരം പറഞ്ഞു. ആ ദിവസം തന്നെ ആ ഹോട്ടലിൽ ആ ക്ലീനിങ് ജോലി കൊടുത്തു. കോളേജ് വിദ്യാഭ്യാസം ലഭിച്ച ഒരു ഗ്രാജുവേറ്റ് നേടിയ ആ മനു അവിടുത്തെ വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകൾ ചെയ്യുന്ന ആ ജോലി ചെയ്തു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ മാനേജർ ഈ മനുവിൻ്റെ ആത്മാർത്ഥതയും കഠിന പ്രയത്നവും മനസ്സിലായിക്കൊണ്ട് ആ ഹോട്ടലിൻ്റെ അടുക്കളയുടെ ഇൻചാർജ് കൊടുത്തു, അടുക്കളയുടെ മേൽനോട്ടം കൊടുത്തു. അവിടെയും മനു കാര്യമായി വർക്ക് ചെയ്തു, കാര്യമായി പ്രവർത്തിച്ചു. തുടർന്ന് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ മനുവിന് ക്യാഷ് കൗണ്ടറിൽ ഒരു ജോലിയായി. അപ്പോൾ അവിടെയും അദ്ദേഹം വളരെ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചു. ഹോട്ടലിലെ കഴിഞ്ഞ മാസങ്ങളിലേക്കാൾ കൂടുതൽ ആളുകൾ അവിടെ വരാനും വന്നവർ വീണ്ടും വീണ്ടും അവിടെ സന്ദർശിക്കാനും അവിടെ വന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാനും ഒക്കെ തയ്യാറായി. ഇതിൽ വളരെയധികം സന്തുഷ്ടനായ മാനേജർ ഈ മനുവിനോട് ചോദിച്ചു, നിനക്ക് ഞാൻ മറ്റൊരു ഹോട്ടലിൻ്റെ ഉത്തരവാദിത്തങ്ങൾ തന്നാൽ നീ അത് നടത്തിക്കോളാമോ? മനു സമ്മതിച്ചു. അങ്ങനെ ഇതിനോട് തന്നെ കിടപിടിക്കുന്ന മറ്റൊരു പട്ടണത്തിൽ അദ്ദേഹത്തിന് തന്നെ ഉണ്ടായിരുന്നു. ആ ഹോട്ടലിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഈ മനുവിന് കൊടുത്തു. അങ്ങനെ സന്തുഷ്ടനായ മനു ആ ഹോട്ടലിലെത്തുകയും വളരെ ശോചനീയാവസ്ഥയിലായിരുന്ന, അതായത് ചിലവൊന്നുമില്ലാതെ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്ന ആ ഹോട്ടൽ വളരെ പെട്ടെന്ന് തന്നെ ഉന്നതിയിലേക്ക് എത്തിക്കാനും മനുവിന് കഴിഞ്ഞു. അതിൽ സന്തുഷ്ടനായ ഈ ഹോട്ടൽ മാനേജർ മനുവിനോട് ചോദിച്ചു,
ഈ ഹോട്ടൽ ഞാൻ നിനക്ക് വിലയ്ക്ക് തരികയാണ്, നിനക്ക് സമ്മതമാണോ? മനു സമ്മതിച്ചു. അങ്ങനെ വളരെ നിസ്സാരമായി മനുവിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന മിച്ചമുണ്ടായിരുന്ന ആ പണത്തിന് തന്നെ ആ പണം മാത്രം മേടിച്ചുകൊണ്ട് ആ ഹോട്ടൽ മനുവിന് കൊടുക്കുകയും അങ്ങനെ ആ ഹോട്ടൽ കൂടാതെ മറ്റ് 2-3 ഹോട്ടൽ കൂടി മനു തുടങ്ങുകയും അങ്ങനെ വളരെ വിജയകരമായി തൻ്റെ ആഗ്രഹം നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളത്, നമ്മുടെ ഉയർച്ചയ്ക്ക് കാരണം നമ്മുടെ വിദ്യാഭ്യാസം അല്ല, നമ്മുടെ സാമ്പത്തിക സ്ഥിതി അല്ല, നമ്മുടെ കുലമഹിമയല്ല, നമ്മുടെ ഒന്നുമല്ല. പകരം ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും കഠിനാധ്വാനവും ഒന്നിച്ചു ചേരുവാണെങ്കിൽ നമുക്ക് ഉയരങ്ങളിലെത്താം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ, നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ മനസ്സിൽ ഒരാഗ്രഹം നിറച്ചുകൊണ്ട് ആ ആഗ്രഹം നേടിയെടുക്കുന്നതിന് വേണ്ടി കഠിനമായി പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ, ശുഭദിനാശംസകൾ.